കൊയിലാണ്ടിക്കടുത്ത് ചെങ്ങോട്ടുകാവിനും പൊയിൽക്കാവിനും ഇടയിൽ ഒരു അവധൂത സ്വാമി സമാധി മഠമുണ്ട്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരു പഴയ കടമുറി വരാന്തയിൽ വർഷങ്ങൾക്ക് മുമ്പ് തേജസ്വിയായ മുഖത്തോടു കൂടിയ ഒരു മനുഷ്യരൂപം. നഗ്നത മറയ്ക്കാൻ മുഷിഞ്ഞ ഒരു ചണച്ചാക്ക് മാത്രമായിരുന്നു സ്വാമി ഉടുത്തിരുന്നത്. പല ആളുകളും ഭ്രാന്തൻ എന്നു കരുതി, മറ്റു ചിലരാകട്ടെ ബാബ എന്ന് വിളിച്ചു. മറ്റു ചിലർ ഭക്തർ കൊടുക്കുന്ന അച്ചാർ ധാരാളമായി കഴിക്കുന്നത് കാരണം അച്ചാർ സ്വാമി എന്നും വിളിച്ചു. എല്ലാ വർഷവും ഉച്ചയ്ക്ക് 1:55 ഏകാദശി നാളിൽ ഇവിടം മഹാ ആരതി മഹോത്സവം ഭക്തജനങ്ങൾ നടത്തിവരുന്നു. പല ദേശത്തു നിന്നും സന്യാസിമാരും സിനിമ രാഷ്ട്രീയ പ്രവർത്തകരും ജാതിമത ഭേദമന്യേ ഇവിടം എത്തുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും 2015 ആണ്ടിൽ 75 ദിവസത്തെ ഉപവാസം ഇരുന്ന് ബാബ സമാധി അണഞ്ഞു. അന്ന് ഗുരുവായൂർ ഏകാദശി നാളായിരുന്നു. ആ സമാധി മഠം ഒരു നോക്ക് കണ്ട് പുഷ്പവൃഷ്ടി നടത്തി ജീവിത സായുജ്യം അണയാണ്. संतति प्रमोदमान मानसे कृपाकटाक्ष धोरणी विरुद्ध नर्तनापरि क्वचित् दिगम्बरे मनो विनोदमे तु वस्तुनि जटाभुजं कुङ्कुमद्रवप्रलिप्तदिग्मति अनन्तसिन्धुरस्फुरत्वमुत्तरीयते मनोविमोदमद्भुतं विवत्पुपूर्वकम् ബാബയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ഓർമ്മയിൽ ഈ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ ഈ സമീപ പ്രദേശങ്ങളിലാണ്. മറ്റു പലരും പറയാറുണ്ട് അദ്ദേഹത്തിന് അവിടെ കണ്ടു ഇവിടെ കണ്ടു. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് കുറേ കാലം ജീവിക്കുകയും അതിനുശേഷം കുറച്ചു കാലം തിക്കോടി ഭാഗം പയ്യോളി ഭാഗത്തേക്കൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ പ്രദേശത്ത് തിരിച്ചു വരിക. അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ മണ്ണിൻ്റെ പ്രത്യേകത ഒരുപക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആത്മീയ അനുഭൂതി ഈ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അല്ലെങ്കിൽ ഈ പ്രദേശത്തുകാർക്ക് അദ്ദേഹത്തിലൂടെ എന്തൊക്കെ ലഭിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ 2015 കാലഘട്ടത്തിൽ ഒരു 75 ദിവസം തുടർച്ചയായിട്ടുള്ള ഉപവാസത്തിന് ശേഷം അദ്ദേഹം ഒരു ഉച്ചയ്ക്ക് ഒരു 1:55 സമയം, അതാണ് ഈ മഹാ ആരതിയായിട്ട് സമാധി ദിനത്തിൽ നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഓം നമഃ ശിവായ. संतति प्रमोदमान मानसे कृपाकटाक्ष धोरणी विरुद्ध नर्तनापरि क्वचित् दिगम्बरे मनो विनोदमे तु वस्तुनि जटाभुजं
വടക്കേന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങൾ, പരിസര പ്രദേശങ്ങൾ എത്തിപ്പെടുകയും അന്ന് എനിക്ക് വയസ്സ് 16 വയസ്സായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സുമുഖനായ ചെറുപ്പക്കാരനായിട്ട്, നല്ല തേജസ്സുള്ള മുഖകാന്തിയോട് കൂടിയുള്ള ഒരു യുവാവായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിൽപ്പും ഭാവവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും കാണുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുകയും മെല്ലെ മെല്ലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ദ്രവിച്ച് ഒരു സാധാരണ കരിമ്പടവും ചാക്കും മാത്രം എടുത്തുകൊണ്ട്, ചണച്ചാക്കും മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. പ്രത്യേക ഭക്ഷണത്തിനോടൊന്നും പ്രത്യേക താല്പര്യമില്ലായിരുന്നു. പല ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക ഒരു സ്ഥാനം നേടിയെടുക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ പറ്റുകയുണ്ടായി. അങ്ങനെ ജനങ്ങൾ കൂടുതൽ സമൂഹം അടുക്കുകയും ദൂര സ്ഥലങ്ങളിൽ നടക്കും ആളുകൾ അദ്ദേഹത്തിനെ തേടി ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായും സാമീപ്യത്തിനുമായിട്ട് ഇവിടെ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു 90 മുതൽ ഞാൻ ആളുകളെ ബാബയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഞാൻ കാണുന്നത് 96-ലാണ്. ബാബയെക്കുറിച്ച് എനിക്ക് ഒരു അറിവുണ്ടായിരുന്നു. ബാബ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടെന്നും ഇന്നതാണ് അവിടുത്തെ പ്രവർത്തനം എന്നുള്ള ഒരു അറിവുണ്ട്. അപ്പോൾ ഒരു 10-20 പേരെങ്കിലും ഞാൻ പറഞ്ഞു വിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ബാബയെ വന്ന് കണ്ടു വണങ്ങി അവരുടെ അനുഭൂതികളും അനുഭവങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കൂടെ തന്നെ ഞാൻ 96-ൽ ആദ്യം മൂകാംബിയെ പോകാനായിട്ട് വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഞാൻ ബാബയെ ദർശിച്ചേക്ക് പോയി. തിരിച്ച് വീണ്ടും മൂകാംബിയിൽ നിന്ന് നവരാത്രി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങി. അന്ന് എന്നോട് പറഞ്ഞു സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് അപ്പോൾ ബാബ ഞാൻ വന്നു കഴിയുമ്പോൾ തന്നെ എൻ്റെ ബാഗ് ഇങ്ങനെ നിരങ്ങി വന്നെടുത്ത് പുള്ളി ഇരിക്കുന്നിടത്തിലേക്ക് വെക്കും. തരത്തില്ല. പുള്ളി പറയണം പോകണമെങ്കിൽ, ബാബ എനിക്ക് പോകണം, എനിക്ക് ഇങ്ങനെ പ്രാരബ്ധമുള്ളതാണ്, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകേണ്ടതാണെന്നും പറഞ്ഞ് നമ്മൾ തൊഴുത് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി ഒന്നും ചിരിക്കും. ബാഗ് തരാണ്ട് എനിക്ക് പോകാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ 2-3 ദിവസമൊക്കെ ഒന്നും തരാതെ ആരെങ്കിലും ചായ കുടിക്കാൻ വിളിച്ചാലും പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ കൂടുതലും അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഒരു നേരം വെട്ടുകല്ല്, മോഡൽ ചുടുകട്ടയല്ല വെട്ടുകല്ല് പുള്ളി ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുന്നാരം കൂടി വേസ്റ്റുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അപ്പോൾ ഞാനും പ്രാർത്ഥിക്കും, ഈ സാധനമൊന്നും എടുത്ത് തന്നാലും എനിക്ക് തിന്നാൻ ഞാൻ വളർന്നിട്ടില്ല, ഞാൻ തിന്നത്തില്ല. കാര്യം തിന്നേണ്ടതാണെന്ന് എനിക്കറിയാം, എൻ്റെ അറിവുണ്ട്. പക്ഷേ എൻ്റെ ഉൾബോധത്തിൽ അത് തിന്നാൻ ഞാൻ വളർന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തരരുതെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഈ വെട്ടുകല്ലിൻ്റെ പുറത്തേക്ക് ഈ പുതിയ സാധനങ്ങൾ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചേച്ച് ഒരു വെള്ളക്കുപ്പി എടുത്ത് വെക്കും. എന്നിട്ട് ആ ഒരു വടി എടുത്തിരുന്നതാണ്. ഈ വടിയും കൂടെ ഒരൊറ്റ അടി. അപ്പോൾ ഞാൻ കിടക്കുന്നവർ, അപ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ കിടക്കുന്നുണ്ടാവും. രാത്രി ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് അതെനിക്ക് അടിക്കും. നമ്മൾ കിടക്കുന്നത് നമ്മുടെ അംഗത്തോ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്തോ വന്ന് വീഴും. അപ്പോൾ നമുക്കറിയാം നമ്മളെടുത്ത് ഭക്ഷിക്കാൻ തന്നേക്കുന്നതല്ല. അപ്പോഴും സംശയവും കൊണ്ട് ഞാൻ ഈ പൊതി അടിക്കും, പഴയതാണോ എന്നുള്ളത്. പക്ഷേ ഒരിക്കലും എനിക്കങ്ങനെ ഒരു പഴയത് തന്നിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ ബാബയായിട്ട്. നമുക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് വക്കിൽ ഒരു നല്ല ചെറുപ്പക്കാരൻ വന്ന് മലർന്നു കിടക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഈ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആ കോലായിൽ ഇഷ്ടംപോലെ ആളുകൾ കിടക്കാനും ഇരിക്കാനും എല്ലാം ഉണ്ട്. നമ്മളോട് ബൈറ്റോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ വിളിച്ച് ഇങ്ങാപ്പുറം ഇരുത്തും. പുള്ളിയോട് ഏകദേശം അടുത്ത് തന്നെ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പുള്ളിയായിട്ടുണ്ട്. ഈ 40 വർഷത്തിനിടയ്ക്കും അയാൾ ഒരു ദിവസം പോലും കുളിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പല്ല് തേക്കും അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതല്ലാണ്ട് കുളിച്ചിട്ടില്ല. പക്ഷെ എക്കാലവും ഒരു സ്മെല്ലോ അതൊന്നും ഇല്ലാണ്ട് ആ കുളിച്ചു വന്ന ഒരു മനുഷ്യൻ പോലെ തന്നെയാണ് അയാളെ കാണുന്നത്. നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളല്ലെങ്കിലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു വെക്കുമ്പോഴാണ് നമുക്കൊരു വിശ്വാസം കൂടാൻ കാരണം. ഇയാളെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണുന്ന അവസ്ഥകളൊക്കെ. അവധൂത സ്വാമിജിയെ ഞാൻ കാണുന്നത് ശരിക്കും 95 മുതൽ കാണുന്നുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ ഒരു ഭ്രാന്തൻ്റെ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ 2000-ൽ ഞാൻ ഇവിടെ ഔഷധിൻ്റെ ഏജൻസി